ഗുഡ് മോർണിംഗ്, നമസ്കാരം. എൻ്റെ പേര് റെക്സ് ജോർജ്, തോമസ് ജോർജ് എന്നാണ് ഒഫീഷ്യൽ നെയിം. മൈ നെയിം ഇസ് റെക്സ് ജോർജ്, നിക് നെയിം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വാക്കിംഗ് ഫുട്ബോളിനെ പറ്റിയാണ്. ഈ വാക്കിംഗ് ഫുട്ബോൾ എന്നത് 50 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള, നമ്മളവരെ വൃദ്ധജനങ്ങളെന്ന് വിളിക്കും, നമ്മളൊക്കെ വൃദ്ധരാണ് അങ്ങനെയാണെങ്കിൽ. അങ്ങനെ വൃദ്ധജനങ്ങൾക്കുള്ള ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് വാക്കിംഗ് ഫുട്ബോൾ. ഇത് കണ്ടുപിടിച്ചത്, ഇത് തുടങ്ങിയത് 1932 ഇൻ UK ഡെർബിയിൽ റെയിൽവേ ജീവനക്കാർ അവരുടെ ഒഴിവ് സമയങ്ങളിൽ ട്രാക്കിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിയാണ് ഈ വാക്കിംഗ് ഫുട്ബോൾ. അങ്ങനെ ഇത് യൂറോപ്പിലൊക്കെ പ്രചാരമേറി. അതിന് വേറെ കുറച്ച് കഠിനമായ റൂളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ റൂളുകളൊക്കെ അമെൻഡ് ചെയ്തത് പുതിയൊരു റൂളാക്കി റേച്ചൽ ഗോമസ് ഫ്രം മലേഷ്യ 2011 പുതിയ ഒരു നിയമം ലഘൂകരിച്ച് വാക്കിംഗ് ഫുട്ബോൾ രൂപീകരിച്ച് ഇപ്പം മലേഷ്യയിലും ഏഷ്യ പസഫിക്കിലും വളരെ പ്രചാരം നേടിയ ഒരു ഗെയിമാണിത്. ഇതിലെ ഗുണങ്ങൾ, അപ്പോൾ ഇത് എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ടീം ഓർഗനൈസ് ചെയ്യണം. എൻ്റെ പ്രിയ ഡേവിഡ് വഴിയാണ് ഇതിൻ്റെ ഓർഗനൈസിങ് വന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കുന്നുണ്ട്, ഇപ്പോഴും ഹാൻഡ്ബോൾ, ഫുട്ബോളൊക്കെ കളിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്നൊരു ടീമിനെ ഫോം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിച്ചു. അങ്ങനെ ഞങ്ങളൊരു ടീം ഫോം ചെയ്തു. എല്ലാം ഒരു മാസം കൊണ്ടുള്ള നടന്നിട്ടുള്ള സംഭവമാണ്. കളിയും തുടങ്ങി. അങ്ങനെ കളി തുടങ്ങിയപ്പോൾ റേച്ചൽ ഗോമസ് മലേഷ്യൻ സിറ്റിസനാണ്, ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ പോലും അവരവിടുന്ന് അവരുടെ ടീമുമായിട്ട് വന്നു. ഇന്ന് ഞങ്ങളൊരു സന്നാഹ മത്സരം അവരുടെ കൂടെ കളിക്കുകയാണ്. അതിന് മുമ്പ് അവർ ഞങ്ങളെ ട്രെയിൻ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ വാക്കിംഗ് ഫുട്ബോളിൻ്റെ ലഘൂകരിച്ച നിയമത്തിൽ ഞങ്ങളിന്ന് കളിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ്, സാമൂഹിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അതായത് യു ഫൈൻഡ് ഔട്ട് ന്യൂ ഫ്രണ്ട്സ്, ന്യൂ റിലേഷൻഷിപ്പ്, ന്യൂ അക്വൈൻറ്റൻസസ്, ന്യൂ വേൾഡ്. എല്ലാവർക്കും കളിക്കാൻ സാധിക്കുന്ന ഒരു ഗെയിമാണ് വാക്കിംഗ് ഫുട്ബോൾ. ഫുട്ബോൾ അറിഞ്ഞിരിക്കണമെന്നില്ല. നമ്മൾ പ്രായമായവർ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. കുറച്ച് ഓടിയാൽ മസിൽ ക്രാംസ്, നീ പ്രോബ്ലംസ്, ആ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. Now why not walking behind a ball with your friends and score a goal? അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത് ഓൺലി സ്കോറിങ് എ ഗോൾ. അവിടെ ഫൗളൊന്നുമില്ല, ഓടാൻ പാടില്ല മാത്രമേ ഉള്ളൂ. എപ്പോഴും ഒരു ഫീറ്റ് ഗ്രൗണ്ടിൽ ഉണ്ടാവണം. നടക്കുക, ബോൾ തട്ടുക, സ്കോർ ചെയ്യുക. വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം. അപ്പോൾ ഞങ്ങൾ ഈ ഫാസ്റ്റായിട്ട് കളിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഇതിലോട്ട് വന്നപ്പോൾ ആദ്യത്തെ ദിവസം ഭയങ്കര ബോറ് തോന്നി. ഞങ്ങൾക്കിത് വേണ്ടാന്ന് വരെ ഡിസ്കാർഡ് ചെയ്തൊരു സാധനമാണ്. ദെൻ വി സ്റ്റാർട്ടഡ് പ്ലേയിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ ഇത് റിയലി ഗേവ് us a real thrill to play this game. ഒരു ടീമിൽ 5 പേരേ ഉള്ളൂ, ഗോൾ കീപ്പർ അടക്കം 6 പേര്. നടക്കുക, പാസ് ചെയ്യുക, ഗോളടിക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് റേച്ചൽ ഗോമസ് വന്നിട്ടുണ്ട് ഫ്രം മലേഷ്യ. അവരുടെ ടീമുമായിട്ട്, ഇതെല്ലാം മലേഷ്യൻ ടീമാണ്. വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവർക്ക്, പണ്ട് സ്പോർട്സ്മാൻമാരായിരുന്നവർ പോലും അത് മറക്കുന്ന ഒരു സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് ഒരു പ്രചോദനമായിട്ട് ഈ ഗെയിം ഉപകരിക്കുന്നു. ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ അത് വലിയൊരു ഒരു സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും കരുതുന്നു. ഇത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് പ്രചാരണം ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും. ഇത് ഇന്ത്യയിൽ ഒരു വലിയൊരു ഗെയിമായി മാറ്റുകയും ഞങ്ങൾ ചെയ്യും. അതാണ് ഈ വാക്കിംഗ് ഫുട്ബോളിൻ്റെ ലക്ഷ്യം. എല്ലാവർക്കും, വാർദ്ധക്യത്തിലുള്ള എല്ലാവർക്കും ആരോഗ്യം വീണ്ടെടുക്കാനും
അത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ഗെയിമാണ് വാക്കിംഗ് ഫുട്ബോൾ. ആൻഡ് ഹാവ് യു ഗോട്ട് സേ എനിത്തിങ്? സ്പീക്ക് ഇംഗ്ലീഷ്. പുള്ളിക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടോ? Carry on. What, say something about you. Um, my name is Rachel Gomez. കുറച്ച് മലയാളം സംസാരിക്കും. Okay, so I was first time I came to Calicut when I was 20 years old to play football for Malaysian team. And after 47 years, I'm coming back, and this is very special to me because I'm coming back here to play walking football, which is also connected to football. Um, uh, so that's all because most of it is spoken by Mr. George. So I hope we will get a lot of support. And why I started here is because of my roots. So I want to start in Kerala first before I go to other states. Okay, that's all. Nothing much to say. ഇന്ന് വൈകുന്നേരം 7:30 മണിക്ക് വൈലിക്കട ഫുട്ബോൾ ഹബ്ബിൽ ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ കളി എന്ന് പറയാം വിത്ത് മലേഷ്യൻ ടീം ഈസ് ഹാപ്പനിങ്. നിങ്ങളെല്ലാവരെയും ഞങ്ങളെ ക്ഷണിക്കുന്നു. സമയം കിട്ടുകയാണെങ്കിൽ വരിക. ഞങ്ങൾക്കൊരു പ്രചോദനവും ആവേശവുമായിരിക്കും നിങ്ങളെല്ലാവരും വരുമ്പോൾ. അത് ഞങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായിരിക്കും. പലർക്കും ഇത് അറിയാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കൂടെ പറ്റുകയും ചെയ്യും. കാരണം ഇത് നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൽ പോയി കഴിഞ്ഞാൽ ധനികരായ മക്കളുടെ അമ്മയും അച്ഛനുമാണ് അവിടെയുള്ളത്. അവർക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അവർക്കൊന്നും പറയാൻ ആരുമില്ല. So this is a place where they can interact. This is a place that they can find new friends. This is a healthy environment which gives them happiness in their mind. Oxygen intake, input will be more, blood circulation will be more. They will live healthy, more happily, more years. ഇതൊരു കംപ്ലീറ്റ്ലി ഹെൽത്ത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നോ ഇഞ്ചുറീസ് നത്തിങ് ഉള്ള ഒരു ഗെയിമാണ്. വെരി സേഫ് ഗെയിം. വാക്ക് ആൻഡ് പ്ലേ, വാക്ക് ആൻഡ് സ്കോർ, ദാറ്റ്സ് ഇറ്റ്. വണ്ണം കൂടുന്നവർക്ക് വണ്ണം കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കൂട്ടാനും ഈ ഗെയിമിൽ. സോ ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം. നിങ്ങൾ ഞങ്ങളെ വന്ന് അവിടെ അതിനോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്. ഞങ്ങളെ ട്രിവാൻഡ്രം ജേഴ്സി ഞങ്ങൾ പ്രകാശനം ചെയ്യുകയാണ്. ഇത് സ്പോൺസേർഡ് ബൈ ഹോട്ടൽ സിറ്റി ടവർ. ഇത് ഞങ്ങളുടെ ക്ലബിന്റെ പേരാണ്, സിറ്റി വാക്കിംഗ് ഫുട്ബോൾ ക്ലബ്. ഈ 8ാം നമ്പർ എന്നത് ഞങ്ങൾക്കൊരു കോച്ചുണ്ട്. കോച്ചിനാണ് ക്യാപ്റ്റൻ. അദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയറാണ്. അദ്ദേഹത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നില്ല. അദ്ദേഹം ഞങ്ങളെ വളരെ കാര്യമായി കോച്ച് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. ആ കോച്ചിനെ കൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമുണ്ട്. ഞങ്ങൾ സ്വന്തമായിട്ട് കളിക്കുന്നതല്ല, ഞങ്ങൾക്കൊരു കോച്ചുണ്ട്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഓർഗനൈസ്ഡ് ടീമായിട്ട് തന്നെയാണ് ഞങ്ങൾ കളിക്കുന്നത്.